മഞ്ഞിന്റെ നടുക്ക് അമ്പലത്തിന്റെ നിഴൽ നിറഞ്ഞു നിന്നു. ചങ്ങല കൊണ്ട് കെട്ടപ്പെട്ട സൂര്യായുധം പറഞ്ഞു ഒരവസാനം ഉണ്ടാകാൻ പോവുകയാണെന്ന്. വെളുത്ത കണ്ണുകളുടെ ശാന്തത വാതിൽക്കൽ കുറച്ചു സമയം നിന്നു. ചെവികളിൽ കാറ്റെന്തോ പറയുകയായിരുന്നു. ഇപ്പോൾ തിരിയണം. ദുഷ്ടനായ ചെന്നായ. ചിരി ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അവിടെ ശ്വാസം നിലച്ചു. രാത്രി വാരാബങ്കിയുടെ തെരുവുകളിൽ കേട്ടു കുട്ടിയുടെ ശബ്ദം. കോളേജിൽ ഇതൊരു സാധാരണ ദിവസമാണ്. ആശിഷ്, പായൽ, പിന്നെ ശ്രുതി ഒന്നിച്ചിരിക്കുകയായിരുന്നു. ഇനി വരാനിരിക്കുന്ന വെക്കേഷനെ കുറിച്ച് പ്ലാൻ ചെയ്യുകയായിരുന്നു. വെക്കേഷന് നിങ്ങളൊക്കെ എന്താണ് ആലോചിച്ച് വെച്ചിരിക്കുന്നത്? ആലോചിക്കാൻ എന്തുള്ളത്? എപ്പോഴും പോലെ ഹോസ്റ്റലിലാണ് ഇരിക്കാൻ പോകുന്നത്. വീട്ടിലേക്ക് പോയാൽ അതേ ബോറിംഗ് ഉള്ള ജോലി ചെയ്യണം. എനിക്ക് പ്ലാനൊന്നുമില്ല. നീ എന്ത് ചെയ്യാൻ പോവുകയാ? എവിടെയെങ്കിലും കറങ്ങാൻ പോകാമോ എന്ന് കരുതുന്നു. നിങ്ങളും കൂടെ വരുന്നുണ്ടോ? ചുറ്റി നോക്കാനാ? പക്ഷെ അതിന് ഒരുപാട് കാശ് ചെലവുമല്ലേ. എൻ്റെ അച്ഛൻ എനിക്ക് കുറച്ച് പൈസയാണ് തരുന്നത്. അതെ അതെ, ലീവ് വെറും 4 ദിവസമേ ഉള്ളൂ. അതിനിടയ്ക്ക് എവിടെ ചെന്ന് കറങ്ങാനാണ്? അല്ല, ഇത് അതുപോലത്തെ ഒരു ട്രിപ്പല്ല. നിങ്ങൾ ബാരാബങ്കിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആ, ബാരാബങ്കി അത് തന്നെയല്ലേ സിറ്റിക്ക് വെളിയിലുള്ള ആ ഗ്രാമം? അതെ, അവിടെ എൻ്റെ അച്ഛൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് കാലിയായിരിക്കുകയാണ്. ശരിക്കുമാണോ? എന്നാൽ നമുക്ക് അവിടേക്ക് പോകാം. പക്ഷേ ചുറ്റി നോക്കാൻ അവിടെ എന്താണുള്ളത്? ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്രമല്ല സിറ്റിയുടെ ഈ പൊടി പിടിച്ച കാറ്റ് എത്ര ദിവസം തന്നെ ശ്വസിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ശുദ്ധമായ കാറ്റും കിട്ടും. നിങ്ങൾ തീർച്ചയായും വരണം. നമ്മൾ എങ്ങനെ പോവാനാ? എന്റെ ഏട്ടന്റെ കാറുണ്ട്. ആശിഷ്, നീ കാർ ഓട്ടിക്കുമല്ലോ അല്ലേ? അറിയും, പക്ഷേ നീ ഒരു കാരണവും പറയണ്ട. നമ്മൾ ബാരാബങ്കിക്ക് പോകുന്നു, അത്രയും തന്നെ. ശരി ശരി, ഓക്കെ. എപ്പോഴാ പോകേണ്ടത്? അടുത്ത ആഴ്ച മുതൽ ലീവ് തുടങ്ങുകയാണ്. ഞാൻ എന്തു പറയുന്നെന്നാൽ നമ്മൾ സൺഡേ വൈകുന്നേരം തന്നെ തിരിക്കാം. രാത്രി ട്രാവലും ചെയ്യാം, രാവിലെ തന്നെ അവിടെ ചെന്നെത്തുകയും ചെയ്യാം. 13 ദിവസങ്ങളേ ഉള്ളൂ. അതിനകത്ത് ഞാൻ എന്റെ പണിയും ചെയ്തു തീർക്കും. ക്ലാസ് റൂമിൽ ബെല്ലടിച്ചു. എല്ലാവരും അവരവരുടെ ബാഗ് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങി. ടേബിളിൽ ഉണ്ടായിരുന്ന ഒരു ന്യൂസ് പേപ്പർ, അതിൽ ബ്രേക്കിംഗ് ന്യൂസ് എന്നിങ്ങനെ എഴുതിയിരുന്നു. പൂർവാഞ്ചൽ ഹൈവേയിൽ നടന്ന ആക്സിഡന്റിൽ 9 വയസ്സ് കുട്ടി മരിച്ചെന്ന്. കുറച്ചു സമയത്തിന് ശേഷം ക്ലാസ് നടക്കുകയായിരുന്നു. ശ്രുതി തന്റെ ഫോണിൽ ബിസിയായിരുന്നു. എന്തോ നോക്കുകയായിരുന്നു. അവൾ അതിൽ ഓജ ബോർഡ് ഓർഡർ ചെയ്തു. പായൽ ഇത് കണ്ടിട്ട് ഇടയ്ക്ക് കയറി വന്നു. എന്നിട്ട് രണ്ടുപേരും നോക്കി ചിരിച്ചു. വീണ്ടും എല്ലാം നോർമലായി. ഹോസ്റ്റലിലേക്ക് ചെന്നതിന് ശേഷം ആശിഷ് തന്റെ ബെഡിൽ ഇരിക്കുകയായിരുന്നു. അവൻ വിഷമിച്ചിരുന്നു. അവൻ തന്റെ അച്ഛനെ ഫോണിൽ വിളിച്ചു. ഹലോ അച്ഛാ. പറയൂ, എന്തു പറ്റി? അത് അച്ഛാ, ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച്... നീ ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കെ. നീ ശരിയായിട്ട് പഠിക്കുന്നില്ല. 3 പ്രാവശ്യം നീ ഫെയിൽ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഈ ട്രിപ്പ് നിനക്ക് ആവശ്യമാണോ? ഒരുപാട് ശ്രദ്ധിച്ച് ആ 3 സബ്ജക്റ്റിന് പാസ്സാവാൻ നോക്ക്. ഫോൺ വെച്ചേക്ക്, ഞാൻ നോക്കിക്കൊള്ളുന്നു. അവന്റെ അച്ഛൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ആശിഷ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. വിഷമത്തോടെ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അപ്പോഴാണ് അവനെ പായൽ വിളിച്ചത്. പായൽ, പറയൂ. പ്ലാനിങ്ങിൽ ഒരു ചേഞ്ചും ഇല്ലല്ലോ അല്ലേ? സുരഭി വണ്ടി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവൾക്കൊരു മെസ്സേജ് വന്നു. അത് എന്ത് മെസ്സേജ് ആയിരുന്നെന്നാൽ അവന്റെ ബാങ്ക് അക്കൗണ്ടിൽ 10,000 രൂപ ക്രെഡിറ്റ് ആയതുപോലെ കാണിച്ചു. അവന്റെ മുഖത്ത് ചിരി വന്നു. ഹലോ ഹലോ ഹലോ. പ്ലാൻ ഫിക്സ്ഡ് ആണ്. ഇന്ന് വൈകിട്ട് 7 മണിക്ക് കാണാം. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് അവർ യാത്രയ്ക്കുള്ള ബാഗ് റെഡിയാക്കാൻ തുടങ്ങി. പാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ശ്രദ്ധയിൽ ചുമരിൽ തൂങ്ങിക്കിടന്ന ഒരു തായത്ത് കണ്ടു. കുറച്ചു സമയം അവൻ അതിനെ നോക്കിക്കൊണ്ടേയിരുന്നു. മോനെ, ഈ തായത്ത് എപ്പോഴും നിന്റെ കയ്യിൽ ഇരിക്കട്ടെ മോനെ. ഇത് എല്ലാ ദുശക്തികളിൽ നിന്നും നിന്നെ രക്ഷിക്കുന്നതാണ്. അപ്പോഴാണ് അവൻ ഓർമ്മ വന്നത് ഈ തായത്ത് മരിച്ച തന്റെ അമ്മ തന്നതാണെന്ന്. അവന്റെ അമ്മ കുറച്ചു ദിവസം മുൻപ് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അടുത്ത ക്ഷണം തന്നെ ആശിഷിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഒരുപാട് ചിന്തിക്കാതെ അവൻ ആ തായത്തെടുത്തു. എന്നിട്ട് അതവൻ തന്റെ ബാഗിൽ വെച്ചു. ബാഗ് മൂടി. സമയം രാത്രിയായി. ഇപ്പോൾ അവർ പുറപ്പെടുകയാണ്. സുരഭിയും ആശിഷും ഒന്നിച്ചു നിൽക്കുകയായിരുന്നു. പായലിനെ കാത്തു നിൽക്കുകയായിരുന്നു. കുറച്ചു സമയത്തിനകം പായൽ അവിടേക്ക് വന്നെത്തി. ശരി, നിങ്ങളൊക്കെ റെഡിയാണോ? അവർ രണ്ടുപേരും ശരിയെന്ന് തലയനയ്ക്ക് സമ്മതിച്ചു. 3 പേരും കാറിലിരുന്നു. അവിടെ നിന്നും പുറപ്പെട്ടു. ആശിഷ് കാർ ഓടിക്കുകയായിരുന്നു. സുരഭി പുറകിലത്തെ സീറ്റിൽ ഉറങ്ങുകയായിരുന്നു. പായൽ മാപ്പ് നോക്കിക്കൊണ്ടേ വന്നു. അവരവിടെ NH-27 അടുത്തേക്ക് വന്നെത്തി. പായൽ അവനെ തടഞ്ഞു. ആശിഷ്, ഇതുവഴിയല്ല, നമ്മൾ പൂർവാഞ്ചൽ എക്സ്പ്രസ് വേയിൽ പോകണം. പക്ഷേ എനിക്ക് ഈ വഴിയാണ് കാണിച്ചത്.
അല്ല, നമ്മൾ പൂർവാഞ്ചൽ വഴിയാണ് പോകേണ്ടത്. അതുവഴി ചെന്നാൽ നമ്മൾ വേഗം ചെല്ലാം. ആശിഷ് അതിനെ ശരിയെന്ന് സമ്മതിച്ചു. പിന്നെ കാറ് തിരിച്ച് പൂർവാഞ്ചൽ എക്സ്പ്രസ് വഴി അവൻ കാർ ഓടിക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിനകം പായലിനും ഉറക്കം വരാൻ തുടങ്ങി. അവളും കണ്ണടച്ചുറങ്ങി. ആശിഷ് ആ കാട്ടുപാതയിൽ കൂടി കുറച്ച് വേഗതയിൽ കാർ ഓടിച്ചുകൊണ്ടേ വന്നു. അവന് നന്നായി ഉറക്കം വരുന്നുണ്ടായിരുന്നു. അവൻ കാർ ഓടിച്ചുകൊണ്ടേ വന്നു. കുറച്ചു സമയത്തിനകം പെട്ടെന്ന് അവന്റെ കണ്ണുകൾ പേടി കൊണ്ട് തുറന്നു. മുൻപിൽ ഒരു കുട്ടി നിൽക്കുകയായിരുന്നു. അവൻ നേരെ കാറിനെ നോക്കുകയായിരുന്നു. ആശിഷ് വളരെ ശക്തമായി ബ്രേക്ക് ഇട്ടു. കാറ് നന്നായി കുലുങ്ങി. പിന്നെ ആ കുലുക്കത്തിൽ പായലും സുരഭിയും എണീറ്റു. വാട്ട്സ് റോങ് വിത്ത് യു? ആ കൊച്ചുകുട്ടി. 3 പേരും അവിടേക്ക് നോക്കി. പക്ഷെ അവിടെ ആരുമില്ലായിരുന്നു. ഏത് കുട്ടി? ഞാൻ സത്യമാണ് പറയുന്നത്. ആ റോഡിൽ ഒരു ചെറിയ ചെക്കൻ നിന്നുകൊണ്ടിരുന്നു. നോക്ക ആശിഷ്, ഇതുവരെ നമ്മൾ കളി തുടങ്ങിയിട്ടേ ഇല്ല. അതിനിടയ്ക്ക് നിനക്ക് പേടി തോന്നി തുടങ്ങിയോ? തുടങ്ങിയെന്ന് വെച്ചാൽ നോക്കു സുരഭി, നിനക്ക് ഒരു കാര്യം പോലും രഹസ്യമായി വെക്കാൻ അറിയില്ല. മര്യാദയ്ക്ക് എന്റെ അടുത്ത് പറയൂ, എന്താ കാര്യം? ഞങ്ങൾ ഓജാ ബോർഡ് കളിക്കാൻ പോവുകയാണ്. പക്ഷെ എന്തിനാ? ആശിഷ്, നമ്മൾ ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. നീ വളരെ ടയേർഡാണെന്ന് തോന്നുന്നു. വേണമെങ്കിൽ നമ്മൾ കാർ നിർത്തിയിട്ട് കുറച്ച് സമയം ഇവിടെ തന്നെ റെസ്റ്റ് എടുക്കാം. ഇല്ല ഇല്ല, എനിക്ക് ഈ സ്ഥലം ശരിയായിട്ട് തോന്നുന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് പോവാം. ആ കുട്ടി ആ കാർ പോകുന്നത് നോക്കിക്കൊണ്ടേയിരുന്നു. ആ കാർ കുറച്ചു ദൂരം പോയതിനു ശേഷം പിന്നെ അവനും അവിടെ നിന്നും പോയി. 4 വശത്തും ഇരുട്ട്. പിന്നെ നിലാവിന്റെ വെളിച്ചത്തിൽ കാറ് ഗേറ്റിനരികിൽ ചെന്നു. 3 പേരും കാറിൽ നിന്നും ഇറങ്ങി നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് ചെന്നു. ഗസ്റ്റ് ഹൗസിൽ പഴയ സാധനങ്ങളും ആന്റിക് സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പൊടി പിടിച്ചിരുന്നു. പക്ഷേ നല്ല സമാധാനം ഉണ്ടായിരുന്നു. വീട് ഭംഗിയായിട്ടുണ്ട്. പക്ഷേ നിന്റെ അച്ഛന് ആന്റിക് സാധനങ്ങൾ ഒരുപാട് ഇഷ്ടമെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ അങ്ങനെ തന്നെയുണ്ട്. ശരി, നിങ്ങളൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തോളൂ. രാത്രി വന്നത് ടയേർഡായിരിക്കും. കുറച്ചു സമയം നമുക്ക് ഉറങ്ങാം. പായലും സുരഭിയും ഒന്നിച്ച ഒരു റൂമിലേക്ക് ചെന്നു. പിന്നെ ആശിഷ് മറ്റൊരു റൂമിലേക്ക് ചെന്നു. അവൻ തന്റെ ബാഗ് താഴെ വെച്ചു. എന്നിട്ട് ബെഡിൽ ചെന്ന് കിടന്നു. അവൻ തന്റെ കണ്ണുകൾ മൂടി. ഉറങ്ങാനായി അവൻ ശ്രമിക്കുകയായിരുന്നു. അവൻ കണ്ണു തുറന്നപ്പോൾ അവൻ അതേ ക്ഷേത്രത്തിൽ നിൽക്കുകയായിരുന്നു. അത് ഇതിനു മുൻപ് അവൻ കണ്ടിട്ടുണ്ട്. അതേ കുട്ടിയെ പോലുള്ള പ്രേതത്തിന്റെ നിഴൽ അവന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. പേടിയോടെ ആശിഷ് പുറകിലോട്ട് നടക്കുകയായിരുന്നു. വേണ്ട, എന്റെ അടുത്ത് വരില്ല. വേണ്ട. ഉടനെ തന്നെ അവൻ സ്വപ്നത്തിൽ നിന്നും ഉണർന്നു. സമയം വൈകുന്നേരമായി. പായലും സുരഭിയും വന്നു. ആശിഷ് വല്ലാതെ വിയർത്തൊലിക്കുന്നുണ്ടായിരുന്നു. എന്തുപറ്റി നിനക്ക്? നമ്മൾ ഇവിടെ വന്നതു മുതൽ നീ വല്ലാതെ ഇരിക്കുകയാണല്ലോ. അവൻ വീണ്ടും? എന്താ വീണ്ടും? ആശിഷ് കുറച്ചു സമയം എന്തൊക്കെയോ പറഞ്ഞു. പിന്നീട് അവൻ അത് വലുതായി കൂട്ടാക്കിയില്ല. ഒന്നുമില്ല, അത് ഒരു ചീത്ത സ്വപ്നമാണ്. ശരി. ഇപ്പോൾ വൈകിട്ട് എന്ത് പ്ലാനാണ്? ഞങ്ങൾ വളരെ ടയേർഡാണ്. സോ ഇന്ന് രാത്രി ഇവിടെ തന്നെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. 3 പേരും ശരിയെന്ന് സമ്മതിച്ചു. പിന്നെ ഒന്നിച്ച് ലിവിംഗ് റൂമിലേക്ക് ചെന്നു. അവർ ചെന്ന് ലിവിംഗ് റൂമിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സുരഭി പെട്ടെന്ന് സംസാരം മാറ്റിയത്. ശരി വിടൂ, അതൊക്കെ എപ്പോഴും ഉള്ളതല്ലേ. ടൈം ഫോർ ദ റിയൽ തിങ്. ശരി, നമുക്ക് തുടങ്ങാം. എന്താ പറയുന്നു? നീ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കണ്ട. ഞങ്ങൾ ഓജാ ബോർഡിനെ കുറിച്ചാ പറയുന്നത്. ശരിക്കും നിങ്ങൾ ഇത് ചെയ്യണമെന്ന് വിചാരിക്കുന്നു? നമുക്ക് കളിക്കാം. എത്ര ദിവസമായി ഓർമ്മയുണ്ടോ ലാസ്റ്റ് ടൈം ദിവ്യാംശുവിന്റെ വീട്ടിൽ കളിച്ചത്? അത് കഴിഞ്ഞിട്ട് 3 വർഷങ്ങളായി. നിങ്ങൾ പറയുന്നത് നേരാണോ? അതിനുശേഷം എന്താ നടക്കുമെന്ന് അറിയുമല്ലേ? നിനക്കറിയാലോ, അതൊരു ആക്സിഡന്റ് ആണ്. അവന്റെ അച്ഛനും അമ്മയും അത് കൺഫേം ചെയ്തു. അവരറിയാതെ ഗ്യാസ് തുറന്നു വെച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന്. ആശിഷിന് ഇത് ഒട്ടും ഇഷ്ടമില്ല. എന്നാലും സുരഭി ചെന്ന് ആ ഓജാ ബോർഡ് എടുത്തുകൊണ്ട് വന്നു. 3 പേരും ചുറ്റിലും ഇരുന്നു. അവർ ഒന്നിച്ച് മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് റാഞ്ചറ്റിനെ 5 പ്രാവശ്യം ചുറ്റി. ഒപ്പം വരൂ, സംസാരിക്കാം അറിയാത്തത്. രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ രാത്രി റാണി കൈവയ്ക്കുന്ന പലകയിൽ പതുക്കെ പറയേ. ഇവിടെ മറഞ്ഞിരിക്കുന്നത് എന്താണോ അത് മുന്നിൽ വരട്ടെ. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് സംസാരിക്കൂ. ഇവിടെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? റാഞ്ചറ്റ് അതെ എന്ന സ്ഥലത്തേക്ക് വന്നു. 3 പേരുടെ മുഖവും മാറി തുടങ്ങി. പിന്നെ ഓരോരുത്തരുടെ കണ്ണുകളിലും ചെറിയ പേടി കണ്ടു തുടങ്ങി.
എന്തിനാ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആദ്യം ഇതൊക്കെ നിർത്തേക്ക്. ഞാൻ പറയുന്നത് നേരാണ്. ഇറ്റ്സ് നോട്ട് മീ. സുരഭി തല അനക്കി ഇല്ല എന്നതുപോലെ ആംഗ്യം കാണിച്ചു. നീ ആരാണ്? ബ്ലാഞ്ചറ്റ് വേഗത്തിൽ അനങ്ങി. SOMA. ആശിഷിന്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. അത് അവന്റെ കവിളിൽ കൂടി ഒഴുകാൻ തുടങ്ങി. അമ്മേ, ഇത് നിങ്ങളോ? ബ്ലാഞ്ചറ്റ് അതേന്ന സ്ഥലത്തേക്ക് നീങ്ങി. പായലും സുരഭിയും ആശിഷിനെ നോക്കി. കണ്ണുനീർ വന്നുകൊണ്ടിരുന്നു. അവർ അവനെ കുറച്ചു സമയത്തേക്ക് അവനെ ആശ്വസിപ്പിക്കാനായി ശ്രമിച്ചു. അതിനുശേഷം അവരുടെ കൈയിനെ ലാഞ്ചറ്റിൽ നിന്നും അവർ എടുത്തു. പക്ഷെ ആശിഷിന്റെ കൈ ഇപ്പോഴും ആ ലാഞ്ചറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അത് വേഗത്തിൽ അനങ്ങാൻ തുടങ്ങി. BACHUWA. 3 പേരും ഞെട്ടി ബോർഡിലേക്ക് നോക്കി. അവർക്കൊന്നും മനസ്സിലായില്ല എന്താണ് നടക്കുന്നതെന്ന്. ആശിഷ് ഉടനെ തന്റെ കൈ അതിൽ നിന്നും എടുത്തു. കുറച്ചു സമയത്തിന് ലാഞ്ചറ്റ് ശാന്തമായി ഇരുന്നു. അതിനുശേഷം അത് തന്നെ അനങ്ങാൻ തുടങ്ങി. TEMPLEREAK. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ആത്മ ആ ചെക്കൻ്റെ പ്രേതത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ആ ചെക്കനെ കണ്ടു. ഗ്രാമത്തിന്റെ പുറത്ത് ഒരു ക്ഷേത്രമുണ്ട്. അവിടെ തിരുസുലത്തിൽ പൂട്ടിയിട്ടിട്ടുണ്ട്. നമ്മൾ വേഗം ചെന്ന് ആ പൂട്ടിനെ പൊട്ടിയേക്കണം. അല്ലെങ്കിൽ ആ ചെക്കൻ ദിവ്യാൻസിനെ ചെയ്തതിനെ പോലെ നമ്മളെയും. നിനക്ക് ശരിക്കും അറിയാമോ ഇത് അത് തന്നെയാണെന്ന്? ആ, എൻ്റെ അമ്മയെ നമ്മളെ രക്ഷിക്കണമെന്ന് വിചാരിക്കുന്നു. വേഗം വരൂ. 3 പേരും കാർ എടുത്തുകൊണ്ട് തിരിച്ചു. നേരെ ക്ഷേത്രത്തിലേക്ക് ചെന്നു. കാറ് ക്ഷേത്രത്തിൽ ചെന്നെത്തി. അവർ കാറിൽ നിന്നും ഇറങ്ങി. ആ ക്ഷേത്രത്തിനരികിലേക്ക് ചെന്നു. അവിടെ ആ ശൂലായുധം ചങ്ങലയിട്ട് പൂട്ടിയതുപോലെ ഇരുന്നു. ആശിഷിന്റെ കയ്യിൽ ഒരു ചുറ്റിയിലുണ്ടായിരുന്നു. ഇതാണ് ആ തിരുശൂലം. പായലും സുരഭിയും ശരിയെന്ന് തലയനക്കി സമ്മതിച്ചു. ആശിഷ് ഒരടി എടുത്ത് മുൻപിൽ വെച്ചു. പക്ഷെ കണ്ണിന് കാണാത്തൊരു ശക്തി അവനെ പിന്നിലോട്ട് തള്ളിവിട്ടു. അവൻ ചെന്ന് തറയിൽ വീണു. അവൻ വീണതും അതേ കുട്ടി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ കോവിലിനെ രക്ഷിക്കുന്നത് പോലെ. പായലും സുരഭിയും അവനെ കണ്ടിട്ട് ഞെട്ടിപ്പോയി. അവർ ആശിഷിനെ എണീപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. അവർ അവിടെ നിന്നും ഓടുമ്പോൾ വീണ്ടും ക്ഷേത്രത്തിലേക്ക് തന്നെ വലിച്ചെറിയപ്പെട്ടു. പക്ഷെ എങ്ങനെയോ ആ ശൂലായുധത്തിലുള്ള പൂട്ട് പൊട്ടിക്കുന്നതിൽ അവർ അവസാനം വിജയിച്ചിരിക്കുകയാണ്. ആ കുട്ടി വീണ്ടും നിലവിളിക്കാൻ തുടങ്ങി. പായൽ, സുരഭി പിന്നെ ആശിഷ് പുറകിലോട്ട് തിരിഞ്ഞു നോക്കി. അവർ നോക്കിയപ്പോൾ നീല നിറ കൈയുള്ള ഒരു പെണ്ണ് ചുവന്ന നിറത്തിലുള്ള സാരി ഉടുത്തിരിക്കുകയായിരുന്നു. അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ കഴുത്തിൽ പിടിച്ചു പൊക്കി. ആശിഷ് ഞെട്ടി നോക്കുകയായിരുന്നു. ശ്വാസം മുട്ടാൻ തുടങ്ങി. അവന് മനസ്സിലായില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോഴാണ് ആ കുട്ടി പറന്ന് അവിടേക്ക് വന്നത്. ആ പ്രേതത്തിന്റെ മുഖത്ത് ഒരു കുത്തു കുത്തിയത്. ആശിഷ് തറയിൽ ചെന്ന് വീണു. പായലും സുരഭിയും അവനെ രക്ഷിക്കാനായി ഓടി അരികിലെത്തി. 2 പ്രേതങ്ങളും ഉടനെ മാഞ്ഞുപോയി. ആശിഷിന് മനസ്സിലായി അവർ ആ പൂട്ട് പൊട്ടിച്ചത് വലിയ തെറ്റായി പോയെന്ന്. 3 പേരും കാറിനരികിലേക്ക് ഓടിയെത്തി. എന്നിട്ട് ആ ഓജ ബോർഡ് എടുത്തു. വീണ്ടും അവർ അത് കളിക്കാനായി തുടങ്ങി. വീട്ടിലിരുന്ന ആത്മ, നീ ഇപ്പോൾ ഇവിടെ ഉണ്ടോ? നീ ഇവിടെ ഉണ്ടോ? അമ്മേ, നിങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങൾ ആ പൂട്ടിനെ പൊട്ടിയേക്കണമെന്ന്, ആ ചെക്കൻ്റെ ആത്മാവിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്? ലാഞ്ചറ്റ് ഇല്ല എന്ന സ്ഥലത്തേക്ക് നീങ്ങി. ആശിഷിന്റെ മുഖം വല്ലാതെ പേടി കൊണ്ട് നിറഞ്ഞു. അപ്പോൾ നീ ആരാണ്? ലാഞ്ചറ്റ് നീങ്ങി. SONAM. ആശിഷിന്റെ കണ്ണുകളിൽ വീണ്ടും പേടി നന്നായി കാണാൻ സാധിച്ചു. ഇത് എൻ്റെ അമ്മയല്ല. ആശിഷിന് വീണ്ടും അവന്റെ സ്വപ്നം ഓർമ്മ വന്നു. ആ കുട്ടി കരഞ്ഞു. ആ പെണ്ണിന്റെ പ്രേതം അവന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുകയായിരുന്നു. ആശിഷിന് ഓർമ്മ വന്നു. ഇതാണ് ദിവ്യാൻഷിനെയും. എന്ത്? നീയാണോ ദിവ്യാഷിനെ കൊന്നത്? ലാഞ്ചറ്റ് അതെ എന്ന സ്ഥലത്തേക്ക് നീങ്ങി. അവർ 3 പേർക്കും നടന്ന ആ സംഭവം അംഗീകരിക്കാനായില്ല. പെട്ടെന്ന് അറിയാത്തൊരു ശക്തി ബ്ലാങ്കറ്റിനെ അവരുടെ കയ്യിൽ നിന്ന് വലിച്ചെടുത്തു. അത് കാറ്റത്ത് പറന്ന് തറയിൽ ചെന്ന് വീണു. ആശിഷ് തറയിൽ വീണ് അത് നോക്കിയതും തന്നെ ആ കണ്ണിന് കാണാത്ത ശക്തി അവർ 3 പേരെയും തറയിലേക്ക് വലിച്ചെറിഞ്ഞു. അവർ പറന്നു ചെന്ന് വീണു. പായൽ പടിക്കെട്ടിൽ ചെന്ന് ഇടിച്ചു. അവളുടെ തല പടിക്കെട്ടിൽ 2 പ്രാവശ്യം ഇടിച്ചു. അവളുടെ തലയിൽ നിന്നും രക്തം ഒലിക്കാൻ തുടങ്ങി. അതേ സമയത്ത് ആ പെണ്ണിന്റെ പ്രേതം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആശിഷും സുരഭിയും ഒരു ധൈര്യത്തോടെ വീണ്ടും എണീറ്റ് നിന്നു. ആശിഷ് ആ കുട്ടി ദേവിയുടെ ശൂലായുധത്തിനടുത്ത് നിൽക്കുന്നത് കണ്ടു. ഒരു ക്ഷണം കൊണ്ട് അവന് മനസ്സിലായി ഈ ശൂലായുധം
ശൂലായുധം കൊണ്ടേ അവളെ കൊല്ലാൻ സാധിക്കുമെന്ന്. തന്റെ മുഴുവൻ ബലത്തോടെ അത് എടുക്കാനായി അവൻ ഓടി. പ്രേതം അവന്റെ പുറകെ പറന്നു വന്നു. അവൻ പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ഉച്ചത്തിൽ നിലവിളിച്ചു. ആ ശൂലായുധം പറന്നു വന്ന് അവളുടെ ശരീരത്തിൽ കുത്തി. ആ പ്രേതം പതുക്കെ ചാമ്പലായി മാറാൻ തുടങ്ങി. അങ്ങനെ കാറ്റത്ത് പറന്ന് മുഴുവനായി കാണാതെയായി. ആശിഷ് പുറകിലോട്ട് തിരിഞ്ഞ് ആ കുട്ടിയെ നോക്കി. ആ കുട്ടി അവനെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു കാണിച്ചു. പിന്നെ പതുക്കെ പതുക്കെ ദേവിയുടെ ശില്പത്തിനു പുറകിൽ കാറ്റായി മാഞ്ഞുപോയി.